ജ്ഞാപകം പോലത്തെ പാട്ടൊക്കെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? വർഷങ്ങൾക്ക് ശേഷം ഓഹോ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? വളരെ എൻജോയ് ചെയ്ത് കണ്ടുള്ള ഒരു സിനിമ. ഭയങ്കര ലാഗ്, മനസ്സിലായില്ല? അതായത് ഭയങ്കര എഴിച്ചില്. ക്ഷമ വേണം, സമയമെടുക്കും. വളരെ എൻജോയ് ചെയ്ത് കണ്ടുള്ള ഒരു സിനിമ. ഇന്ന് അവനെ പീസാക്കിയിട്ട് തന്നെ കാര്യം തുടങ്ങാം. പിന്നെ എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നുന്ന ഒരു കാര്യം ഇതിലെ മേക്കപ്പ് ആണ്. മുഖസ്തുതി പറയല്ല, കുറച്ച് ഡീറ്റെയിലിംഗ് അവർ ചെയ്തിട്ടുണ്ട്. പ്രണവിന്റെ ഒക്കെ കുറച്ച് ക്ലോസ് വരുമ്പോ ഒക്കെ നമുക്ക് കവിളിലൊക്കെ അത് കാണാൻ പറ്റും. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. നീ കാര്യമായിട്ട് തന്നെയാണോ ഈ പറയണേന്ന്? അതെ വല്യേട്ടാ, അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. ഏജിൻ്റെതായിട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ച് രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നന്നായി ചെയ്തിട്ടുണ്ട്. ഈ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ തളർന്നു പോവുകയാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്ത് തട്ടിട്ട് പറയാണ്, വല്ലാത്ത ധൈര്യം തന്നെ എനിക്ക്. അത് അപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവായി തോന്നിയത് വയസ്സായി ഇവരെ അഭിനയിപ്പിച്ചതാണ്. ഓരോരോ ലീലാവിലാസങ്ങള്. സാവധാനത്തിൽ ഇത്തിരി ക്ഷീണിച്ചങ്ങ് പറഞ്ഞാൽ മുടിയിൽ ഇത്തിരി നര കൂട്ടിയാൽ പിന്നെ വയസ്സനായി. ഇതൊക്കെ പ്രത്യേക സിദ്ധികളാണ്. ഈശ്വരൻ ചിലർക്ക് മാത്രം അറിഞ്ഞു കൊടുക്കുന്ന. അങ്ങനല്ല. പ്രണവാണെങ്കിൽ നല്ല എനർജറ്റിക് ആയി മുടിയും നീട്ടി വളർത്തി എന്നെ കണ്ടാൽ ഇപ്പൊ വയസ്സിനെ പോലെ ഇല്ലേ എന്ന ഭാവത്തിൽ അങ്ങ് തകർക്കുകയാണ്. ശരിയാ, റാമിന്റെ ആക്ടിങ് കുറച്ച് ഓവറായിരുന്നല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാ. മൊത്തത്തിൽ വയസ്സാവിലെന്ന പരിപാടി നല്ല അസൽ ഫാൻസി ഡ്രസ് ആയിരുന്നു. അതിന്റെ ഗമ നിനക്കിരിക്കട്ടെ, അത് കഴിഞ്ഞിരിക്കട്ടെ. ജ്ഞാപകം സോങ്ങിനെ പലയിടത്തും വല്ലാതെ കളിയാക്കുന്നതായി കണ്ടിരുന്നു. സത്യത്തിൽ ആ പാട്ട് നല്ലതായി തോന്നി. അത് സാറിനെ പോലെ മറ്റുള്ളവരും മനസ്സിലാക്കുന്നില്ലല്ലോ. പക്ഷെ അത് എല്ലായിടത്തും പ്ലേസ് ചെയ്ത് വെറുപ്പിച്ചു കളഞ്ഞു. ഞാൻ ഉന്നം വെക്കുന്നത് പ്രേക്ഷകന്റെ അന്തരംഗമാണ്. അതെന്ത് രംഗം? എടാ, നിന്റെ അടുത്തല്ലേ മേലെ പാട്ട് പാടരുതെന്ന് ഞാൻ പറഞ്ഞത്. ഇനി തൊള്ള പറഞ്ഞ അണ്ണാക്കി പെയിന്റ് ഞാൻ കുറിക്കുള്ളിക്ക് പറഞ്ഞേക്കാം. എനിക്ക് കലേഷ് ചെയ്ത ക്യാരക്ടർ ആക്ച്വലി ഞാൻ ലോകേഷ് കനകരാജിനെ അപ്രോച്ച് ചെയ്തിരുന്നു. അതായത് ലിയോന് റിലീസിന് മുമ്പ്. അപ്പൊ ലോകേഷ് ചെയ്താൽ കൊള്ളാന്ന് എനിക്ക് ലോകേഷിന്റെ പോലത്തെ ലുക്കുള്ള ഒരാള് വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ദൈവമേ, ഒരു വൻ ചതിന്ന് രക്ഷപ്പെട്ടു. ചോദിച്ചപ്പോ ആ സമയത്ത് പടത്തിന്റെ റിലീസും കാര്യമായിട്ട് അപ്പൊ അത് പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പുള്ളി നമ്മുടെ ഒരു ഫ്രണ്ട് വഴി നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. തടി കേടാവാണ്ട് കിട്ടി. ഞാനൊന്ന് വരണ്ടേ റബ്ബേ. ഭാഗ്യവാനാണ് നീ. അത് പിന്നെ എനിക്ക് അറിയില്ലേ സാർ. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റുവെന്ന് വിചാരിക്കണ്ട. പോയി അടുത്ത കേസുമായി വാ. ഓക്കെ.